വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കുന്നതിന് സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം.പി. പറഞ്ഞു. മണ്ഡലത്തിൽ ഭിന്നശേഷി ക്ഷേമത്തിനായി നടപ്പാക്കുന്ന സൗഹൃദ സ്പർശം പദ്ധതിയുടെ ഭാഗമായ സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9:30 ആരംഭിച്ചു. ഇന്ന് 11:30 തീർന്നു പോകുന്ന ഒരു പരിപാടി ആയിരിക്കില്ല എന്നുള്ള ഉറപ്പും വാക്കും ഞാൻ ആദ്യമായി സദസ്സിന് നൽകാൻ ആഗ്രഹിക്കുക. ആളുകളുടെ നികുതി പണമാണ്, ജനങ്ങളുടെ പൈസയാണ്. ആ ജനങ്ങളുടെ പൈസയുടെ ശരിയായ വിനിയോഗത്തിനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ ഇവിടെ നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ പല ആളുകളും കാണുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ആളുകൾ വന്ന് പറയും. അവരുടെ സാമ്പത്തിക നിലവാരത്തിനും ജീവിത നിലവാരത്തിനും താങ്ങാൻ കഴിയാത്ത ചെലവുകൾ ചികിത്സയ്ക്ക് വേണ്ടി വരും. ഞാൻ പറയുന്നു, ആവശ്യമായ ഉപകരണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ മുമ്പിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾ, ഓട്ടിസം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ബാധിച്ച മക്കളുടെ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ഈ മേഖലയിലെ നിരന്തരമായ ഇടപെടൽ എന്നുള്ള ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഒരു കുടുംബത്തെ കണ്ടത്, അച്ഛൻ 70 വയസ്സായി, അമ്മയ്ക്ക് ഏതാണ്ട് അടുത്ത വയസ്സായി, ഏതാണ്ട് 39 വയസ്സായിട്ടുള്ള ഒരു മകളുണ്ട്. ആ മകളുടെ അതിന് ശാരീരിക വളർച്ചയുണ്ട്, പക്ഷെ ബുദ്ധിപരമായിട്ടുള്ള ഭിന്നശേഷിക്കാരിയായിട്ടുള്ള കുട്ടിയാണ്. കുട്ടിയുടെ പെരുമാറ്റങ്ങളിൽ അവരേറ്റവും കൂടുതൽ അലക്കുന്നത് ചിലപ്പം വീട്ടിൽ വന്നിരിക്കുമ്പോൾ, ആരെങ്കിലും വന്നിരിക്കുമ്പോൾ കുട്ടിനെ അടച്ചിടാൻ എപ്പോഴും കഴിയില്ലല്ലോ. ആരെങ്കിലും വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടി വസ്ത്രം കീറിക്കളയും. ഉടുത്തിരിക്കുന്ന വസ്ത്രം ചിലപ്പോൾ അങ്ങ് കീറിക്കളയും. അത് കീറിക്കളയുമ്പോൾ ഈ വന്നിരിക്കുന്നത് ആരാണ്? അപ്പോൾ ഒരു ഗസ്റ്റിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ, ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോവാൻ, ഒരു മരണ വീട്ടിലേക്ക് കുടുംബത്തിൽ സംഭവിച്ചാൽ തന്നെ പോവാനൊക്കെ വലിയ പരിമിതി നേരിടുന്ന ആളുകൾ. ഈ കുട്ടികൾ ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരം കുട്ടികൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് പൊതു സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റ് തലമുറകൾ. കാരണം നമ്മൾ അവരെപ്പോഴും അയക്കുന്നത് സ്പെഷ്യൽ സ്കൂളുകളിലേക്കാണ്. സ്പെഷ്യൽ സ്കൂളുകളിൽ മറ്റു കുട്ടികൾ വരുന്നില്ല പലപ്പോഴും. അപ്പം മറ്റു കുട്ടികളുടെ ജീവിതക്രമത്തിൽ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ ചേർത്ത് പിടിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത മറ്റ് ജനറേഷൻസിന് ഇല്ലാതെ പോകുന്ന അവസ്ഥ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായി പോകുന്നുണ്ട്. ഞാൻ ഒരു കുട്ടിയും ഒരു ഉമ്മയും ഒരു മകനും കൂടെ എന്നെ കാണാൻ വന്നത്. ആ കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഇങ്ങനെ അടിക്കുകയാണ്. പുറത്തേക്ക് കേൾക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ അടിച്ച്, അതുപോലെ മുഖത്ത് അടിക്കുക. ഓരോ അടിയിലും ആ കുട്ടിക്ക് മുറിവേൽക്കുന്നുണ്ട്, പക്ഷെ വേദന അറിയുന്നില്ല. ചിലപ്പോൾ അടിക്ക് രക്തം വരുന്നുണ്ട്, ചിലപ്പോൾ വേദന അറിയുന്നില്ല. വേറൊരു കുട്ടി ഞാൻ കണ്ടത് കടിക്കുക, സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ കടിച്ചിട്ട് അതിൽ നിന്ന് ചോര വരും. എന്നിട്ട് അത് അവർ വെച്ച് കെട്ടിയിരുന്നിട്ട്, അപ്പോൾ ഒരു കൈ എപ്പോഴും പിടിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കൊണ്ടുപോയി കൈ അടിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി രാത്രി വലിയ ശബ്ദത്തിൽ കരയും, ഉച്ചത്തിൽ കരയും. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കരയുന്നതുകൊണ്ട് അടുത്ത് വാടക വീടുകൾ കിട്ടാതെ ഓരോ 1 മാസം 2 മാസം കൂടുമ്പോൾ അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് അവരെ ഇറക്കി വിടുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് പഞ്ചായത്തുകളും MLA-മാരും സർക്കാരുകളും ഒക്കെ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതൊന്നും ചെറുതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒത്തിരി ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരൊക്കെ അവരുടെ വാർഡുകളിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും, സാമൂഹ്യ നീതി വകുപ്പ്, ഡോക്ടർമാർ എല്ലാവരും ഉണ്ട്. അവരൊക്കെ അവരുടെ പ്രദേശങ്ങളിൽ വലിയ ഇടപെടൽ നടത്തും. അപ്പോൾ അതിൻ്റെ പുറത്തുമുള്ള കുറെ ആളുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നമുക്ക് നടത്തണം. അവരോടൊപ്പം നിൽക്കാനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമം കൂട്ടായി നമുക്ക് നടത്തണം. അതിന്റെ അവയർനെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുക. പരിപാടിയിൽ KK രമ MLA അധ്യക്ഷത വഹിച്ചു. ഗംഭീരമായ ഒരു ആശയവും ഒരു പരിപാടിയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട MP ഇപ്പം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി വടകരയെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് ഈ പരിപാടി. അങ്ങനെയൊരു ആശയം ഉണ്ടാവുക, അത്തരത്തിലൊരു പരിപാടിയിലേക്ക് തനിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന്, നമുക്കറിയാം ഒരു MP-ക്കൊക്കെ ഏകദേശം 5 കോടി രൂപ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്കുണ്ടാവുക. സാധിക്കുന്നതല്ല എന്നതറിയാം. എന്നാലും കഴിവിൻ്റെ പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. ശ്രീജിത്ത്, TP മിനിക,
സുരയ്യ, എൻ ഹമീദ്, സുധാ സത്യൻ, ആയിഷ ഉമ്മർ, ഷിജിത്ത്, കോഴിക്കോട് സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, വി കെ അസീസ്, പി കെ സി അഫ്സൽ, പ്രേമകുമാരി, അജിത, ഷാഹിമ, സത്യഭാമ, കെ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂ